ഒന്നുകൂടിയും കയറില്ല അമ്മിയെ. നീ നിലത്തേക്ക് ചാടില്ല അമ്മിയെ. ചാട്. ഈ ഹാപ്പിയാണ് അല്ലേ? നമ്മള് വെള്ളച്ചാട്ടം കാണുന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിലാണ് പോണത്. കാട് ഭയങ്കര ഇഷ്ടമാണ് കാണാന്. മുന്നോട്ട് വന്നിട്ടുണ്ടോ? ആദ്യം ഉള്ളിലേക്ക് വരുന്തോറും ഓരോ സ്ഥലത്തും ഡിഫറെന്റ് ആയിട്ടുള്ള കാഴ്ചകളാണ് വരവേറ്റ് നിൽക്കുന്നത് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഏതാ സ്ഥലം എന്നുള്ളത്? ഓക്കെ, നമ്മൾ വളരെ സാഹസികമായി 4 കിലോമീറ്റർ കാട്ടിലൂടെ താണ്ടി വന്ന് ഇപ്പോൾ ഒരു സ്വർഗാനുഭൂതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഒരുക്കിയിട്ടുള്ളത്. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്രയിലാണ് കേട്ടോ. യാത്ര ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് യാത്ര. അപ്പൊ നമ്മൾ ഈ കൊറോണ വന്നതിന് ശേഷം ഞങ്ങൾ അങ്ങനെ കുറെ വലിയ ട്രിപ്പുകളൊന്നും നടത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് അത് നമ്മൾ പൊന്നാനിക്ക് ഒരു ട്രിപ്പ് നടത്തി. അത് നമ്മൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ അതൊരു വ്ളോഗായിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ നമ്മൾ ട്രിപ്പിനായിട്ട് തന്നെയാണ് പോവാണ്. നമ്മുടെ പാലക്കാടേക്കാണ് നമ്മൾ പോകുന്നത്. പാലക്കാട് ജില്ല നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കരിമ്പനകളുടെ നാടാണ്. അതുപോലെ തന്നെ നെല്ലറയുടെ നാടും കൂടിയാണ് നമ്മുടെ പാലക്കാട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ് പാലക്കാട് ജില്ലയിലൂടെ പോകുമ്പോൾ നമുക്ക് ഉള്ളത്. നല്ല ഭംഗിയുള്ള പാടശേഖരങ്ങളും വരച്ചു വെച്ച പോലെയുള്ള മലകളും കുന്നുകളൊക്കെ ഉള്ള ഒരു സൂപ്പറായിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ പാലക്കാട്. അപ്പോ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മള് എല്ലാ യാത്രകളും നടത്താറുണ്ട് കേട്ടോ. ഒരുപാട് ഇപ്പോ പണ്ട് ഉപ്പ് ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ ഉപ്പ അതേപോലെ നമ്മളെ ശരിക്കും പറഞ്ഞ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും യാത്രകൾ പോയിട്ടുണ്ട്. യാത്ര ഭയങ്കര ക്രൈസാണ് ഉപ്പാക്കാണെങ്കിലും എന്റെ സിസ്റ്ററിനും ബ്രദറിനും എല്ലാവർക്കും. അപ്പൊ ഇപ്പൊ ബ്രദറും ഗൾഫിലാണ്. അവനും നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു ട്രിപ്പ് എവിടേക്കെങ്കിലും, വലിയ ദൂരങ്ങളല്ല എന്നുണ്ടെങ്കിലും ചിലപ്പോ ദൂരത്തേക്ക് ഔട്ട് സൈഡ് കേരള പോവാറുണ്ട്. അല്ലെങ്കിൽ നമ്മള് എവിടേക്കെങ്കിലും ഒക്കെ പോകും ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട്. അത്ര ഇഷ്ടമാണ് എല്ലാവർക്കും യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ കൊറോണ വന്നതിന് ശേഷം ഇപ്പൊ നമ്മള് അധികം അവിടേക്ക് അങ്ങനെ യാത്ര പോവാറില്ല. അപ്പൊ ഇന്നിപ്പോ നമ്മള് യാത്രക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഈ പോണ വഴിയിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ എല്ലാവരും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. പുറത്തു പോയാൽ നമ്മളെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ പറയാറുണ്ട്, എത്ര ഇപ്പോ അധികം പേരും കൊറോണയൊക്കെ ആയിട്ട് ഗൾഫിൽ നിന്ന് വരാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട്. കുറെ കാലമായിട്ട് നമ്മുടെ നാടിന്റെ പച്ചപ്പും ആ ഒരു സുഖമൊന്നും കിട്ടാത്ത കാരണം ഇവിടെ ആകെ വീർപ്പ് മുട്ടിയിട്ടാണ് നമ്മള് ജീവിക്കുന്നത്. അപ്പോ നമുക്ക് നമ്മുടെ നാടിന്റെ ഭംഗി നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവൂല. പുറത്തെങ്ങാനും പോയിട്ട് നമ്മൾ 1 മാസമൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മുടെ നാടിന്റെ ഒരു യഥാർത്ഥ സുഖം എന്താണ് നമ്മൾ മനസ്സിലാക്കുള്ളൂ. ഇപ്പൊ നമ്മളിതാ കോങ്ങാട് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ കോങ്ങാടിന് ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നക്സലൈറ്റിന്റെ ആദ്യത്തെ നമ്മുടെ നക്സലൈറ്റ് ആക്രമണമൊക്കെ ആദ്യമായിട്ട് നടന്നിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഒരു കേരളത്തിൽ കേട്ടോ. കേരളത്തില് ആദ്യമായിട്ട് ഒരു നക്സലൈറ്റ് ആക്രമണം അല്ലെങ്കിൽ തുടക്കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ കുറച്ച് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത്. നമ്മുടെ ജന്മിയായിട്ടുള്ള നാരായണൻകുട്ടി നായർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ കഴുത്തറുത്തിട്ട് ഗേറ്റിൽ കെട്ടി തൂക്കിയിട്ടുള്ള അങ്ങനെയുള്ള ഒരു ചരിത്രം കൂടിയുള്ള ഒരു നാട്ടിലൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ആ ലോറി ഉണ്ടോ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പോണത് അല്ലേ? നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാൻ നമ്മൾ മറന്നു കഴിഞ്ഞാലേ. അപ്പൊ ഞാനൊക്കെ സ്കൂട്ടിമ്മ പോകുമ്പോ നമ്മൾ സ്കൂട്ടിമ്മൊക്കെ നമുക്ക് പിന്നെ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്ന കാരണം നമുക്ക് മനസ്സിലാവും. പക്ഷെ ചിലപ്പോ അങ്ങനത്തെ ലോറിയിലൊക്കെ ആ സൗണ്ട് പോയിട്ടുണ്ടാവുമായിരിക്കും. അവർക്ക് ചിലപ്പോ ഉണ്ടാവില്ല സൗണ്ട്. അത് കാരണം അറിയാണ്ട് പോവാം. അപ്പൊ ഞാനൊക്കെ ഇപ്പൊ സ്കൂട്ടിമ്മ പോകുമ്പോ മെയിൻ ആയിട്ട് ഇതൊക്കെയാണ് ഇതിന്റെ പരിപാടി. ആരെങ്കിലും ഇൻഡിക്കേറ്റർ നിർത്താതെ പോണുണ്ടോ, അത്
നോക്കുന്നുള്ളതല്ല കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അവരെ ഓവർടേക്ക് ചെയ്തിട്ട് അത് പറഞ്ഞിട്ടേ പോവാറുള്ളൂ. അപ്പൊ ആ ലോറിയുടെ മുന്നിലേക്കൊക്കെ നമ്മൾ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഭയങ്കര സ്പീഡിലാണ് പോണത്. പിന്നെ നമ്മുടെ ഈ കാറുകൊണ്ടൊക്കെ പറയുന്നത് ചിലപ്പോ ലോറിയുടെ അടിയിലേക്ക് ഞാൻ പോകുന്നുള്ളൊരു സംശയം എനിക്കുള്ള കാരണം നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ചെയ്ത് കിട്ടിയ ഭാഗ്യം. പക്ഷെ ചെയ്താലും നമുക്ക് പറയാനുള്ളൊരു സാവകാശം കിട്ടൂല. കാരണം പറയാനും പറ്റൂല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ചെറുതല്ലേ. അപ്പൊ മേലെന്ന് ഞാൻ അയാളൊക്കെ പറയുമ്പോഴത്തേന് അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കാട്ടോ. നമ്മൾ ഇൻഡിക്കേറ്റർ ഇങ്ങനെ ഇട്ട് പോകുമ്പോ ബാക്കിലുള്ള വണ്ടിക്കാർക്ക് മനസ്സിലാവൂല അവരിപ്പോ എവിടുക്ക തിരിയില്ലേ, നമ്മൾ എന്താ ചെയ്യണ്ടേന്നുള്ളൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. മാക്സിമം നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കാം. നമ്മളിതാ മുട്ടിക്കുളങ്ങരേന്ന് ഒരു ഷോർട്ട് വഴിയിലൂടെ കേറിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ധോണി എക്കോ ടൂറിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ വളരെ മനോഹരമായിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ. കണ്ടോ, പാടത്തൊക്കെ വിത്തിറക്കിയിട്ട് നെൽക്കതിരല്ല, ആ ഇത് ഇങ്ങനെ ഞാറ് എന്താ പറയാ, ഞാറ് നടുന്നുണ്ട്. ചിലതൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇപ്പൊ നമ്മുടെ ഈ മാസമായ കാരണം തോന്നുന്നുണ്ട് റോഡില് മൊത്തം നായ്ക്കളാണ്. ഒരു നാഗക്ഷേത്രം ഉണ്ട് ഇവിടെ, മുട്ടിക്കുളങ്ങര നാഗക്ഷേത്രം. നോക്കി നോക്കൂ, ദൂരെ നോക്കി നോക്കൂ. ഹാവൂ എന്ത് ഭംഗിയാന്നറിയോ. നമ്മള് പണ്ട് ചിത്രങ്ങൾ വരയ്ക്കാൻ, എനിക്ക് ആകെ വരയ്ക്കാൻ അറിയുന്ന ഒരു ചിത്രമായിരുന്നു. ഒരു വീടും കുറച്ച് പാടങ്ങളും അതിന്റെ ബാക്കിൽ മല, പിന്നെ 2 കാക്ക വറക്ക, ഒരു സൂര്യൻ. ഞാൻ വരച്ചിരുന്ന പോലെ ഒന്നും അല്ല, അതിലും വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ മലകളൊക്കെ ഇങ്ങനെ ഉള്ളത്. സൈഡിൽ കൂടെ ഒരു ചെറിയൊരു തോട് പോലത്തെ എന്തോ സാധനമൊക്കെ ഒഴുകുന്നുണ്ട്. ശരിക്കും പക്ക ഒരു ഗ്രാമീണ മേഖലയിലൂടെ പോകുന്ന പോലത്തെ ഒരു പ്രതീതിയാണ് കേട്ടോ. നോക്കി നോക്കൂ നിങ്ങൾ, ഫ്രണ്ടില് ആ കുന്നും ആ കനാലും പിന്നെ ഇവിടുത്തെ പച്ചപ്പും വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ലിമിറ്റഡ്, എ ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ്, ധോണി ഫാം. അപ്പൊ ഈ ധോണിന്ന് പേര് വരാനുള്ള കാരണം ഇത് എന്താന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ. നമുക്ക് ആകെ ഒരു ധോണിനെ അറിയുള്ളൂ. എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ MS ധോണി. ഒരു കാലത്ത് ഞങ്ങൾ നമ്മുടെ ചങ്കിടിപ്പായിരുന്നു MS ധോണി കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണെന്ന് അറിയില്ല നമ്മുടെ ഈ സ്ഥലത്തിന് ധോണി എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ആടെങ്കിലും എനിക്ക് ചോദിച്ചു നോക്കായിരുന്നു. പക്ഷെ നമ്മുടെ പോലത്തെ ആകാംക്ഷ ഇപ്പൊ ഈ ആൾക്കാർക്ക് ഉണ്ടാവില്ല. ചോദിക്കുമ്പോൾ ചിലപ്പോ നമുക്ക് ഭ്രാന്തോന്ന് തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചോദിക്കാതെ നിൽക്കാല്ലേ തൽക്കാലം. ഇപ്പുറത്ത് നല്ല പുൽമേടുകൾ പോലുള്ള സ്ഥലമാണ് കേട്ടോ. ഞങ്ങള് നോക്ക് നിങ്ങള്, നമ്മുടെ മേഘങ്ങളൊക്കെ മലയമ്മ വന്ന് ഇടിച്ചിട്ട് നിൽക്കുകയാണ് അങ്ങ് ദൂരെ. ഹായ് ഹായ്. ഇതുപോലെ കണ്ണിന് കുളിർമ കിട്ടുന്ന ഒരു കാഴ്ച വേറെ ഇല്ല കേട്ടോ. നമ്മള് എന്ത് രസമല്ല ഈ കാഴ്ച കാണാൻ വേണ്ടിട്ട്. നമ്മൾ ശരിക്കും പോവാൻ വേണ്ടിട്ട് സ്ഥലം സെലക്ട് ചെയ്യുമ്പോ എന്റെ ഒരു അഭിപ്രായത്തിലാണ് കേട്ടോ, എല്ലാവർക്കും അതുപോലെ ആവണമെന്നില്ല. നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യാം. ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കാം. പക്ഷെ ഞങ്ങളുടെയൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ ശരിക്കും ഇതേ പറഞ്ഞ പോലെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളാണ് ഏറ്റവും നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്കൊന്നും പോകൂല എന്നുള്ളതല്ല കേട്ടോ, അവിടേക്കും പോവാറുണ്ട്. പക്ഷെ ഈ ഒരു സന്തോഷം, ഈ ഒരു സുഖം നമുക്ക് വേറെ എവിടെ പോയാലും കിട്ടൂല. ഇതൊക്കെ വെസ്റ്റേൺ ഘട്ടിൽ പെടുന്നാണ് ഇപ്പ. നമ്മളിതാ പോകും തോറും നമുക്ക് നേരെ പോയിട്ട് ആ മലമ പോയിട്ട് ഒരു ഇടി ഇടിച്ചാലോ, അതേപോലെയാണ് നമ്മുടെ ഫ്രണ്ടില് ഈ കുന്നും മലയും കിടക്കുന്നത് കേട്ടോ. കുന്നും മലയും പട്ടാളങ്ങൾ പോണോക്കടി, അടുക്കടി കുറച്ച് കുഞ്ഞു കുട്ടികൾ പോണോക്കി. നമ്മളെ റോട്ടിൽ ഇതാ കുറച്ച് കുട്ടി പട്ടാളങ്ങൾ നിൽക്കുന്നുണ്ട് കേട്ടാ.
ഒരു കൂട്ടറെ കയ്യൊക്കെ ഒടിഞ്ഞിട്ട് പാവോ. അവര് ഭയങ്കര എൻജോയ്മെന്റിലാണ് തോന്നുന്നുണ്ട്. എന്താണ്ട് ഒരു കർഷകൻ കുറച്ച് പുല്ലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ശരിക്കും പക്ക കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കന്നുകാലി വളർത്തൽ പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ കുറെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫാമൊക്കെ കുറെ സ്ഥലത്ത് ഇപ്പൊ നമ്മള് കണ്ടു. ധോണി എക്കോ ടൂറിസം. നമ്മള് ധോണി എക്കോ ടൂറിസത്തിലേക്ക് ഇനി വെറും 100 മീറ്റർ മാത്രമേ ഉള്ളൂ പോവാട്ടോ. അത് ഒലവക്കോട് റേഞ്ച് ആണ്. നമ്മളിതാ അവിടേക്ക് എത്തിട്ടാ. എവിടെ നമ്മള് പാർക്ക് ചെയ്യും വണ്ടി? ധോണി എക്കോ ടൂറിസം സെന്റർ. ഇതാ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ എത്തിണ്ട്. ഇപ്പൊ ഇതാ നമ്മള് ധോണിയിൽ എത്തി. നമ്മള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ 10:30ക്കും അതേപോലെ 1:30ക്കും ആണ് ഇത്ര കേട്ടോ ട്രക്കിംഗ് ഉള്ളത്. നമ്മൾ ഭാഗ്യവശാൽ ആ കൃത്യസമയത്ത് 10:30 മുന്നേ ആയിട്ട് നമ്മളിവിടെ എത്തി. അത് കാരണം നമുക്കിനി കാട്ടിലൂടെ സുഖമായിട്ട് യാത്ര ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അവിടെ നമുക്ക് എത്താൻ വേണ്ടിയിട്ട് കഴിയും. ധോണി വാട്ടർഫോൾ എന്താണെന്നുള്ളതും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവരിവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. സമയമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. നമ്മളിതാട്ടോ നമ്മുടെ കാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കാട്ടിലൂടെ നമ്മളിതാ ധോണി എക്കോ ടൂറിസം ആണ് ഇത്. ഞാൻ നമ്മുടെ ധോണി എന്നുള്ള വാക്ക് എങ്ങനെയാണ് വന്നെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്വനി എന്നുള്ള വാക്ക് പറഞ്ഞ് ധോണി എന്നായതാണ് എന്നാണ്. ഇതാ നമ്മള് കുറച്ചൊക്കെ ഫോറസ്റ്റിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജഗതി പറഞ്ഞ പോലെ ഈ ഫോറസ്റ്റ് മൊത്തം കാടാണ് മക്കളെ. നമ്മളെ ഇപ്പം എല്ലാണ്ടും നടന്നിട്ടൊന്നും ശീലമില്ലാത്ത കാരണേ കുറച്ച് വരെ എത്താൻ വേണ്ടി ഓടിയപ്പോൾ തന്നെ കതച്ചൊരു ഇതായി. 4 കിലോമീറ്ററിൻ്റെ 4-1 പോലും ആയിട്ടില്ല. ശരിക്കും പറഞ്ഞാലേ നമ്മള് മലമ്പുഴയിലേക്ക് ഒരുപാട് തവണ വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഒളിഞ്ഞു കിടക്കുന്ന കാര്യം ഞങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അറിഞ്ഞിരുന്നെങ്കിൽ എന്തായാലും ഇവിടേക്ക് വരും നമ്മള്. ശരിക്കും ഇവിടെ നടക്കുമ്പോൾ അവിടെ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടൊക്കെ അങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈ വഴിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വരണം. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബാക്കിലായിരുന്നു. പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ടൈഗറൊക്കെ ഐ ആം ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചത് കണ്ട കാരണം ഞങ്ങളെ ഒപ്പമുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ഓടി എത്തിയിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഇവിടുത്തെ ഫീസിൻ്റെ കാര്യം ഞങ്ങളോട് പറഞ്ഞാൽ അറിയില്ല. അവിടെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് 120 രൂപയാണ് കേട്ടോ. 10:30ക്കും അതേപോലെ 2:30ക്കല്ലേ, 2:30ക്കും ആണ് ഇവിടെ ആളുകളെ ഇതിലേക്ക് കടത്തി വിടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു 4 കിലോമീറ്റർ അങ്ങോട്ട് 4 കിലോമീറ്റർ ഇങ്ങോട്ട് നമ്മൾ നടന്നു വരണം. അപ്പോൾ ഒരു ഗൈഡും നമ്മുടെ കൂടെ ഉണ്ട്. ഒരുമിച്ച് പോകണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പേരുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ കുറച്ച് പേരും കൂടി ഉണ്ട്. നമ്മളിതാ ചെറിയ തരത്തിലുള്ള കയറ്റങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പുറപ്പെട്ടതാണ്. ഒരൊറ്റ കഷ്ണം മുട്ട വെച്ചിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവമായിരിക്കും നമ്മൾ വിചാരിച്ചില്ല. ചായ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ അല്ല, നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിലാണെങ്കിൽ ചോറ് മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മൾ ബേക്കറിയൊക്കെ എടുക്കാറുള്ളതാണ്. പക്ഷെ അതൊന്നും എടുത്തിട്ടില്ല. ഞാൻ കണ്ടില്ല, എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ആകെ അതൊരു പരിവായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിനുള്ളൊരു പോസിറ്റീവ് എനർജി കൊടുക്കുകയാണ്. എനിക്ക് കഴിയും, ഞാനിത് കണ്ട് നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു വരും. ഓക്കെ, നമ്മളിപ്പോൾ അവരൊക്കെ ഒന്ന് ഫ്രണ്ടിലായതായിരുന്നു. വീണ്ടും നമ്മൾ ബാക്കിലായ വിവരം അറിയിക്കുന്നു. നമ്മൾ ഏകദേശം 2 കിലോമീറ്റർ കയറിയെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ് കേട്ടോ. നമ്മൾ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്തും എന്നുള്ള ഒരു വാശിക്കാണ് നമ്മൾ പോണത്. ഇല്ലെങ്കിൽ പിന്നെ നമ്മളിത് ഇത്രയും കഷ്ടപ്പെട്ടതിന് എന്ത് കാര്യമുള്ളത്? അപ്പം നമ്മൾ മനസ്സിലുണ്ട് സ്ട്രോങ് ആയിട്ടാണ് വിചാരിക്കുക നമ്മൾ എത്ര റിസ്ക് എടുത്താലും നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നു. അപ്പം നമ്മുടെ ഫ്രണ്ടിലൊരു കുട്ടി പോകുന്നുണ്ട് കേട്ടോ. അവന്
അത് പറയട്ടെ, ഇതിന് കുഴപ്പമില്ലല്ലോ. നമ്മുടെ ഫ്രണ്ടിൽ ഒരു മിടുക്കനായിട്ടുള്ള ഒരു കുട്ടി പോകുന്നുണ്ട്. അവര് കണ്ണൂര് ഉള്ള ആളുകളാണ്. ഇപ്പോൾ നമ്മുടെ പാലക്കാട് വന്ന് സെറ്റിലായിരിക്കുകയാണ്. അപ്പോൾ ആ മോൻ്റെ ഇൻട്രസ്റ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ അവർ. നിങ്ങൾ ഉപ്പയാണോ അവൻ്റെ? അച്ഛനാണോ? മാമേ? അല്ലേ, ആ കുട്ടിയുടെ മാമയുണ്ട് കൂടെ. അപ്പോൾ അവനെ നോക്കുക നിങ്ങൾ. അവർക്ക് ഒരു ടയേർഡും ഇല്ല. അവൻ ഭയങ്കര ഹാപ്പിയിലാണ് പോകുന്നത്. നമ്മുടെ പോലെ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കഠിനമായ പാതകളും വളരെ ഈസി ആയിട്ട് നമുക്ക് പോകാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പോൾ അവനോട് എൻ്റെ എക്സ്പീരിയൻസ് ചോദിച്ചു നോക്കാം. നമ്മളിപ്പോൾ ഏകദേശം 2 കിലോമീറ്റർ പോന്നിട്ടുണ്ട്. പറ എങ്ങനെയുണ്ടാ? ഈ ഹാപ്പിയാണ് അല്ലേ? നമ്മൾ വെള്ളച്ചാട്ടം കാണും എന്നുള്ളൊരൊറ്റ പ്രതീക്ഷയിലാണ് പോണത്. കാട് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. മുന്നേ വന്നിട്ടുണ്ടോ? ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അവരടുത്ത ഷോർട്ട് കട്ട് സെലക്ട് ചെയ്തു. നമ്മൾ 2 ഷോർട്ട് കട്ട് കയറിയ പരിചയത്തിൽ അത് നമ്മൾ വളരെ കൗശലപ്രദമായിട്ട് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. നേരായ വഴിയാണ് ഏറ്റവും ബെസ്റ്റ്, ഡയറക്റ്റ് വേ. ഇതിപ്പോൾ നമ്മുടെ കൂടെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ എവിടെ എത്തിയെന്ന് അല്ലാഹു ആലം. കുറച്ച് പേരൊക്കെ ബാക്കിലുണ്ട്, കുറച്ച് പേര് ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പുലി തന്നെ മുന്നിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പേടിക്കൂല. അതാണ് അവസ്ഥ. ഹായ് എന്ന് പറഞ്ഞിട്ട് പോകാന്നല്ലാണ്ട് ജീവനും കൊണ്ടോടാൻ ഒരു ഉദ്ദേശമല്ല. ഞാൻ പറഞ്ഞോ അറിയില്ല കേട്ടോ. നമ്മൾ കയറുന്ന സമയത്ത് എൻ്റെ മോനും അതേപോലെ മൂസിന എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു മേലെ പോയിട്ട് വാട്ടർഫോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതാണ് കേട്ടോ. പോണ വഴി ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാസിക്കാണ് വാട്ടർഫാൾസ് കാണണമെന്ന് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ അവനെ കൊണ്ടാതിരുന്നത് ശരിക്കും ഭാഗ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യണത്. കാരണം അവനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സ്റ്റെപ്പ് അവനിയല്ലേ, ഈ വഴികളൊക്കെ അവനെടുത്ത് കയറേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമായിരുന്നു. ഏതായാലും അൽഹംദുലില്ലാ അവനെ കൊണ്ടുവരാത്തത് ഇപ്പോൾ ഭാഗ്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളെ 10:30 മണിക്ക് പുറപ്പെട്ടിട്ട് ഇതിപ്പോൾ അതാ 12 മണിയായി. നമ്മളിതാ വാട്ടർഫോൾ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇവിടെ വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു താത്താട് 120 രൂപ നമ്മൾ അവിടെ കൊടുത്തെങ്കിലും ആ പൈസ നമുക്കായിരുന്നു തരേണ്ടത്. കാരണം അത്രയും റിസ്ക് എടുത്തിട്ടല്ലേ നമ്മളിവിടെ എത്തിയെന്നുള്ളത് കേട്ടോ. അപ്പം ആ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഒരു രസം തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് പോയി നോക്കാട്ടെ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. ഓക്കെ, നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിതാ വെള്ളച്ചാട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ വാട്ടർഫോൾസ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. അതിമനോഹരമായിട്ടുള്ളൊരു വാട്ടർഫോളാണിത്. എത്ര നേരം നടന്നാലെന്താ അല്ലേ, നമുക്ക് നല്ലൊരു വ്യൂ കിട്ടിയില്ലേ. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തി. വളരെ സന്തോഷം. ഈ വെള്ളത്തിലൊന്ന് മുഖം കഴുകണം നമുക്ക് കേട്ടോ. ഭയങ്കര തണുപ്പുള്ള വെള്ളമായിരിക്കും, നല്ല രസമാവും സംഭവം. നല്ല എന്തും ഭംഗിയുള്ള സൗണ്ടല്ലേ ആ കാടിന്റെ ഇടയിൽ. ഇത് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കണ പോലത്തെ വലിയ ചാട്ടമൊന്നുമല്ല. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ വെള്ളമൊക്കെ കാണാൻ എന്തും ഭംഗിയായിട്ടാ. ആഹാ, നമ്മുടെ ഈ വാട്ടർഫോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ജനങ്ങൾക്ക് വേണ്ടി ടിക്കറ്റ് ഒന്നും ഇല്ലാണ്ട് തുറന്ന് കൊടുത്തിരിക്കുകയായിരുന്നു. പിന്നെ 2006 ഇത് ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ടിക്കറ്റ് സൗകര്യമൊക്കെ ഫെസിലിറ്റീസ് ഒക്കെ വെച്ച് ഒരു ഗൈഡിന്റെ നിർദ്ദേശപ്രകാരമൊക്കെ ഇങ്ങോട്ട് വരാനുള്ള ഒരു സിറ്റുവേഷൻ ആക്കിയിരുന്നു കേട്ടോ. ഇതാ നമുക്ക് അങ്ങോട്ട് മേലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് മുഖം കഴുകുക, വെള്ളത്തിൽ കളിക്കൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കണ്ടേ? നമ്മളിതാ ഇപ്പൊ വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മള് ഇപ്പൊ
ലഞ്ച് കഴിച്ചിട്ട് പിന്നെ നമ്മൾ വന്നിട്ട് ഈ വെള്ളത്തിൽ കാല് തൊഴുമ്പോഴേ അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ. അത്രയും നല്ല തണുപ്പുള്ള പാറയുടെ ടൈപ്പിലൊക്കെ വരുന്ന വെള്ളമല്ലേ, എന്തൊരു സുഖാന്നറിയോ ഇതിലിങ്ങനെ കാല് വെച്ച് ഇങ്ങനെ കളിക്കാൻ. ഞാൻ മുഖമൊക്കെ കഴുകി നല്ല രസം കിട്ടും. അപ്പൊ എന്താണോ ഞാൻ കുടിച്ചേരെ കഴിച്ചു. ഞാൻ വരെ സത്യം മീൻ. ഇവിടെ നല്ല മീനുകൾ ഉണ്ട് കേട്ടോ. നിങ്ങൾ എത്ര റിസ്ക് എടുത്തങ്ങോട്ട് വരണം കേട്ടോ. എന്ത് രസാന്നറിയോ, ഫാമിലി ഒക്കെ ആയിട്ട് വരുമ്പോ നമ്മളാ കേറുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ വന്ന് കഴിഞ്ഞാൽ സുഖമാണ്. ഒന്നുകൂടിയും കയറില്ല അമ്മിയെ. ഒരു മരഞ്ചാടി കുരങ്ങിന് നീ നിലത്തേക്ക് ചാടില്ല അമ്മിയെ. ചാട്. മേത്തേക്ക് വെള്ളം തടിക്കൂല. നമ്മള് ഉള്ളിലേക്ക് വരുന്തോറും ഓരോ സ്ഥലത്തും ഡിഫറെന്റ് ആയിട്ടുള്ള കാഴ്ചകളാണ് നമ്മളെ വരവേറ്റ് നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി ഉള്ളിലേക്ക് നോക്കി നോക്കൂ. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലത്തുള്ള ഒരു എഫക്റ്റ് ആണ് ഇവിടെ മൊത്തം ഉള്ളത്. ശരിക്കും ഇവിടെ വന്നിട്ട് നമുക്ക് പോവാൻ തോന്നണില്ല കേട്ടോ. എന്ത് രസാലേ ആ ബാക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഉള്ളിലേക്ക് പോകുന്നത് നമുക്ക് ചെറിയൊരു പേടി വരുന്നുണ്ട്. കാരണം ഇനി വല്ല മലമ്പാകം എങ്ങാനും ഉണ്ടെന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചു. 12:45 വരെ ആയിരുന്നു നമുക്ക് ടൈം അനുവദിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞു. നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി തിരിച്ചു പോവാണ്. അപ്പൊ ലാസ്റ്റ് ഞാനൊരു മുഖം കഴുകണം. കൊറേ നമ്മൾ ഇതേപോലെ ദൂരം അങ്ങോട്ട് പോവാനുള്ളതല്ലേ. ഇതാ നമ്മളിവിടെ ഒരു പച്ചിലപ്പാമ്പിനെ കണ്ടെത്തിയിരിക്കുകയാണ്. നമ്മൾ കാട്ടിൽ വന്നിട്ട് ആകെ കണ്ടൊരു വന്യജീവിയാണിത്. നമ്മള് വെള്ളച്ചാട്ടമൊക്കെ കണ്ടു നിന്നു. മനസ്സ് നിറഞ്ഞു, പക്ഷെ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അത് കാരണം എന്താ നമ്മള് ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ അഡ്വഞ്ചറസ് ജേണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.